ചോറൊക്കെ ബാക്കി വന്നാൽ ഇനി ഇതാ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പൊ വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പൊ ആദ്യം തന്നെ ഞാനിതാ ഇവിടെ 1 കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ നമ്മൾ ചോറ് അവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിലൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആയി കിട്ടണം കേട്ടോ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളിതാ ഇതുപോലെ പിടിച്ചു നോക്കിയാൽ ഇതുപോലെ ആയി കിട്ടണം കേട്ടോ. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുമ്പോൾ ആവുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ പൊടിച്ച് കളയുമ്പോൾ പൊടിയുന്ന ആ ഒരു പരുവത്തിലാക്കി ആയിട്ട് കിട്ടണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു ചോറിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടി പോയത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പൊ നമ്മൾ വെള്ളം ഇതിലൊട്ടും തന്നെ വേറെ ചേർക്കുന്നില്ല. അപ്പൊ ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പൊ ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. അപ്പൊ ഈ ഒരു ഒട്ടുന്ന പരുവത്തിലാവട്ടോ. മാവ് വെള്ളം കൂടി പോവും. അപ്പൊ പാകത്തിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ ഞാൻ മാവ് അടച്ചു വെക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഇല്ലി കറിവേപ്പിലയും പെട്ടെന്നൊന്ന് ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട കേട്ടോ. പറ്റങ്ങ് കുഴഞ്ഞു പോവണ്ട. ആ ഒരു ഉള്ളിയുടെ ഒരു പച്ചക്കടി ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. അത്രയും വഴറ്റിയെടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിപ്പോ ഒരുപാട് വഴറ്റിയെടുത്തിട്ടില്ല. ഒരു കടി മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ അത് ഇത്രയും മതി കേട്ടോ. ഇപ്പൊ മസാലക്കൊന്ന് മൂത്ത് പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഒരു മാവ് എടുത്തിട്ട് ഇതിനെ ചെറിയ ഓരോ ഉരുളകളാക്കി എടുക്കണം. നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അളവിലുള്ള മാവിൽ നിന്ന് നമുക്ക് മൊത്തത്തിലൊരു 15 ഉരുളകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതാ എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം മൈദയും എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു പരുവം എന്ന് പറഞ്ഞത് ചിലപ്പം ഓയിൽ അതിൽ കൂടുതലും ആയി വരും കേട്ടോ. മൈദയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് കൂടുതൽ ഓയിൽ തന്നെ വേണ്ടി വരും. നമുക്ക് നല്ലൊരു പേസ്റ്റ് പരുവത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പൊ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പേസ്റ്റ് വരുന്നത്. അപ്പൊ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. ഇനി ഇതാ നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള ഓരോ ഉരുളയും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ പരത്തി എടുക്കുന്നതിന്റെ ആ ഒരു വലുപ്പത്തിൽ പരത്തി എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത്രയും വലുപ്പത്തിൽ പൂരിയുടെ വലുപ്പത്തിലാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഇത് മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു പ്ലേറ്റിലേക്ക്. എന്നിട്ട് രണ്ടാമതും അതുപോലെ തന്നെ പരത്തി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ രണ്ടാമതും നമ്മൾ ഇതിന്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലവറും എണ്ണയും കൂടി ചേർന്നിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി അടുത്തതും വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ആ ഒരു പേസ്റ്റ് ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസും നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ഇതിന്റെ മുകളിൽ ഈ ഓയിലിന്റെ പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് വീണ്ടും വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 5 പീസാണ് കേട്ടോ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും മുകളിൽ നമ്മൾ ഓയിലും എണ്ണയും ചേർത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ആക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊക്കെ ലെയറിലൊക്കെ നമ്മളിതാ 5 പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു 5 പീസ് മൊത്തത്തിൽ ഒന്ന് പരത്തി എടുക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. അധികം ബലം കൊടുത്തിട്ട് പരത്തി എടുക്കണ്ട കേട്ടോ. ഇതുപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് പരത്തി എടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഉള്ളിൽ ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ.
അപ്പൊ ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയെടുത്തതിന് ശേഷം ഇതിനെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു സെറ്റിൽ നിന്ന് ഇതുപോലുള്ള 4 പീസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാ പീസും ഒരേ വലുപ്പത്തിൽ തന്നെ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു പീസ് എടുത്തിട്ട് അതിൽ ആദ്യം ഉള്ളിയുടെ ഒരു മസാല വെച്ചു കൊടുക്കാം. മസാല ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് വെച്ചു കൊടുത്താൽ മതി, ചെറിയ സൈസിലുള്ളതല്ലേ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മസാല വെച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ, മുട്ട പുഴുങ്ങിയത് കട്ട് ചെയ്തിട്ട് ഒരു പീസ് വെച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു മുട്ടയെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദയും വെള്ളവും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൈദയുടെ പേസ്റ്റ് ആക്കി കൊടുക്കുന്ന സമയത്ത് സൈഡിലേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് മുകൾ ഭാഗത്ത് മാത്രം ആയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പൊ സൈഡിലൊക്കെ ആയാലും നമുക്ക് ആ ഒരു ഷീറ്റുകൾ ഇങ്ങനെ വേർപെട്ട് കിട്ടില്ല കേട്ടോ. പപ്സിന്റെ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇനി മടക്കി കൊടുത്താൽ നല്ല സ്റ്റിക്കി ആയിട്ട് അവിടെ ഇരുന്നോളും. ബാക്കിയുള്ള ലെയറുകളൊന്നും ഒട്ടിപ്പോകുന്നില്ല കേട്ടോ. ഇനിയിപ്പോ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വേറിട്ട് കിട്ടാൻ, അതായത് നമ്മൾ ആ പഫ്സിന്റെ ലെയറുകളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതുപോലെ പശ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതാ നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. 2 സൈഡും ഒരുപോലെ ഒന്ന് കളറായിട്ട് മാറി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നാൽ, ഈ ഒരു കളറായിട്ട് വന്നാൽ നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പൊ ചോറൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ചായക്ക് ഇത് മാത്രം മതിയാവും. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.